morning. Good morning. Good morning. Okay, ലെറ്റർ വായിച്ചു നോക്കിയായിരുന്നോ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത്? നോക്കിയിട്ടില്ല. ആരും കിട്ടുന്നില്ലല്ലോ. വെച്ച് വായിച്ചു നോക്കിയില്ലേ? ഓക്കെ. എന്തായിരുന്നു ബെനിഫിറ്റ്സ്? വെന്റിലേറ്ററിന്റെ ബെനിഫിറ്റ്സ് എന്തായിരുന്നു? എന്തായിരുന്നു ബെനിഫിറ്റ്സ്? ബ്രീത്തിങ് പറഞ്ഞോളൂ. മൈക്രോഫോൺ മാറ്റിയിട്ടുണ്ട് കേട്ടോ. അതല്ല പറഞ്ഞോ. ആർക്ക് പറയാം? ഒത്തിരി എഫേർട്ട് എടുത്ത് ബ്രീത്ത് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ അവരുടെ ബ്രീത്തിങ് നോർമൽ ആയിരിക്കും. പിന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള ഓക്സിജൻസ് അവർക്ക് റിസീവ് ചെയ്യാൻ പറ്റും. അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ എയർവേസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഇവർക്ക് കിട്ടുന്ന വെന്റിലേറ്ററിലൂടെയും പിന്നെ അവരുടെ മെഡിസിനിലൂടെയും അവരുടെ ബോഡി ബെറ്റർ ആക്കാനും സാധിക്കും. ഭാഗങ്ങള് ഓക്കെ ആണോ എല്ലാവർക്കും? ഡൗട്ടൊന്നുമില്ല. നെക്സ്റ്റ് ആണ് the risk of being on a ventilator. Life can be saved by a ventilator. വെന്റിലേറ്ററിൽ എന്താണ് the person's life സേവ് ചെയ്യാൻ വെന്റിലേറ്ററിലൂടെ സഹായിക്കുന്നുണ്ട്. Nevertheless, like other tests, ventilators can cause future side effects. എന്നിരുന്നാൽ കൂടി എന്താണ് ടെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിയമം. എന്നിരുന്നാൽ കൂടിയ മറ്റു നിയമങ്ങൾ പോലെ തന്നെ വെന്റിലേറ്ററിലും സൈഡ് എഫക്ട്സുകൾ ഉണ്ട്. ഏതൊക്കെയാണ്? പല റിസ്കുകള് രോഗികൾക്ക് ഉണ്ടാകുന്നുണ്ട്. This is more common if the person is on a ventilator for a prolonged period. കൂടുതൽ കാലം വെന്റിലേറ്ററിൽ കിടക്കുമ്പോൾ രോഗികൾക്ക് പല റിസ്കുകൾ വരാനായിട്ട് സാധ്യതയുണ്ട്. ഇത് ഏതൊക്കെയാണെന്നാണ് പോയിന്റ്സുകളിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. A few of the most common risks connected with being on the ventilator. First risk എന്താണ്? ഇൻഫെക്ഷൻ ഉണ്ടാകുന്നുണ്ട് അല്ലെ? എങ്ങനെയായിരിക്കാം ഇൻഫെക്ഷൻ ഉണ്ടാകുന്നത്? ശരിയുണ്ടോ? എങ്ങനെയായിരിക്കാം വെന്റിലേറ്ററിൽ കിടക്കുമ്പോൾ രോഗികൾക്ക് ഇൻഫെക്ഷൻ ഉണ്ടാകുന്നത്? ട്യൂബ് വഴി. എങ്ങനെയായിരിക്കാം? ഫുഡിലൂടെയാണോ? ഓക്കെ. ഇൻഫെക്ഷൻ. One of the main risks being on a ventilator, ജെംസ് വഴിയാണ് അല്ലെ? രോഗാണുക്കൾ വഴിയാണ് നമുക്ക് ഇൻഫെക്ഷൻ ഉണ്ടാകുന്നത്. നോക്കിക്കോളൂ കേട്ടോ. One of the main risks being on a ventilator with a breathing tube is infection. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട റിസ്കിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ബ്രീത്തിങ് ട്യൂബ് ഇടുമ്പോൾ, ബ്രീത്തിങ് ട്യൂബ് നമ്മുടെ ത്രോട്ടിലൂടെ പ്രസ് ചെയ്തിട്ടാണ് വെന്റിലേറ്റർ വഴി രോഗികൾക്ക് ശ്വസിക്കാൻ പറ്റുന്നത് അല്ലെ? അങ്ങനെ ട്യൂബ് ഇടുന്നതാണ് മെയിൻ ഇൻഫെക്ഷൻ ഉണ്ടാകാനായിട്ട് കാരണം. ഇനി എങ്ങനെയാണ് ഇങ്ങനെ ട്യൂബ് ഇടുമ്പോൾ ഇൻഫെക്ഷൻ ഉണ്ടാകുന്നത്? Fluid and mucus develop in throat and windpipe can permit germs to fail up on the breathing tube. ഈ ട്യൂബ് ഇടുമ്പോൾ നമ്മുടെ ത്രോട്ടിലും അതുപോലെ തന്നെ വിൻഡ് പൈപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ശ്വസന നാടി അല്ലെ? ശ്വസന നാടിയിലും അതുപോലെ തന്നെ ത്രോട്ടിലും തൊണ്ടയിലും
എന്ത് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്? മ്യൂക്കസും അതുപോലെ തന്നെ ഫ്ലൂയിഡും ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, വികസിക്കുന്നു. അങ്ങനെ വികസിക്കുന്നതിന്റെ ഭാഗമായിട്ട് രോഗാണുക്കൾ അവിടെ കുന്നുകൂടുന്നു. ഓക്കെ, ജെംസ് അവിടെ കുന്നുകൂടി അതുവഴി എന്ത് ചെയ്യുന്നുണ്ട്? ഈ ബ്രീത്തിങ് ട്യൂബിലൂടെ this germs can move into the lens. ഈ ജെംസ് ലെൻസിലേക്ക് മൂവ് ചെയ്യുന്നു. This can increase the risk of developing pneumonia. ഇതിലേക്ക് നയിക്കുന്നുണ്ട്, ന്യൂമോണിയയിലേക്ക് നയിക്കുന്നു. ഓക്കെ, മനസ്സിലായോ? അപ്പൊ എങ്ങനെയാണ് ന്യൂമോണിയ ഉണ്ടാകുന്നത്? ബ്രീത്തിങ് ട്യൂബിലൂടെ നമ്മുടെ ത്രോട്ടിലൂടെയും നെഞ്ചുവയറ്റിലൂടെയും വികസിക്കുന്ന ഡെവലപ്പ് ആകുന്ന മ്യൂക്കസും ഫ്ലൂയിഡിലൂടെയും അവിടെ ജെംസ് ഉണ്ടാകുന്നുണ്ട്. ആ ജെംസ് നമ്മുടെ ലെൻസിലേക്ക് കടക്കുന്നത് വഴിയാണ് ന്യൂമോണിയ ആകുന്നത്. അതുപോലെ തന്നെ സൈനസ് ഇൻഫെക്ഷൻ ആർ ഓൾസോ യൂഷ്വൽ വിത്ത് എ ബ്രീത്തിങ് ട്യൂബ്. സൈനസ് ഇൻഫെക്ഷനും ഇങ്ങനെ ഉണ്ടാകുന്നത്. സൈനസ് എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഇവിടെ ഈ ഭാഗം അറിയില്ലേ? കഫക്കെട്ട് ഉണ്ടാകുമ്പോൾ എന്താണ് നമുക്ക് ഇവിടെ വേദന എടുക്കാറുണ്ട് അല്ലെ? തലവേദനയൊക്കെ വരാറുണ്ട്. ഈ ഭാഗം വേദന എടുക്കാറില്ലേ നിങ്ങൾക്കൊക്കെ? ഇല്ല, അതാണ് സൈനസ് ഭാഗമാണ് കേട്ടോ. അങ്ങനെയുള്ള ഇൻഫെക്ഷനും ഇതിലൂടെ ഉണ്ടാകുന്നുണ്ട്. രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്, ന്യൂമോണിയ ഉണ്ടാകുന്നത് അതുപോലെ സൈനസ് ഇൻഫെക്ഷൻ. ഓക്കെ, മനസ്സിലായില്ലേ? നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയല്ലേ? ഡിഫിക്കൽറ്റി ഒന്നുമില്ലല്ലോ ഇൻഫെക്ഷനില്, മനസ്സിലാവില്ലേ? ഇനി എന്താണ്? ഇറിറ്റേഷൻ അല്ലേ? ഓക്കെ, ഇറിറ്റേഷൻ ആണ് നെക്സ്റ്റ് റിസ്ക്. The breathing tube can tap against and irritate the throat and glands. It can also make it hard to cough. എന്താണ്? ഈ ബ്രീത്തിങ് ട്യൂബ് നമ്മുടെ ത്രോട്ടിലൂടെ പ്രസ് ചെയ്ത് ശ്വസിക്കാനായിട്ട് രോഗികളെ സഹായിക്കുന്നുണ്ട്. അതുവഴി എന്താണ്? നമ്മുടെ ത്രോട്ടിൽ ഇറിറ്റേഷൻ ഉണ്ടാകുന്നുണ്ട് അല്ലെ? സംസാരിക്കാൻ പറ്റില്ല നമുക്ക്. അതുപോലെ തന്നെ ഈ ചുമയൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചുമക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അതാണ് ഇറിറ്റേഷനിലൂടെ പറയുന്നത് കേട്ടോ. ഇറിറ്റേഷൻ വഴി എന്താണ്? ഇറിറ്റേഷൻ ആണ് നെക്സ്റ്റ് റിസ്ക് ആയിട്ട് പറയുന്നത്. ഈ ബ്രീത്തിങ് ട്യൂബ് നമ്മുടെ ലെൻസിലേക്ക് കടത്തി വിടുമ്പോൾ പല ഇറിറ്റേഷൻസും രോഗികൾക്ക് ഉണ്ടാകുന്നുണ്ട്. സ്പീക്ക് ചെയ്യാൻ പറ്റില്ല, ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. നമ്മൾ പഠിച്ചില്ലേ? കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചതാണ്. അതുപോലെ തന്നെ ചുമ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചുമക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. ഓക്കെ, ഇറിറ്റേഷൻ മനസ്സിലായോ? ഡൗട്ട് ഉണ്ടോ ഇറിറ്റേഷനില്? നമ്മൾ പറഞ്ഞത് ഇറിറ്റേഷൻ ആൻഡ് ഇൻഫെക്ഷൻ ആണ്. ഓക്കെ, ഇനി എന്താണ്? vocal cord issue. A breathing tube goes through a voice box, larynx, which consists of vocal cord. This is why a patient cannot speak when being on ventilator. The breathing tube can have the voice box. എന്താ പറയുന്നത്? vocal cord issues എന്താ പറയുന്നത്? വോക്കൽ കോഡ് അടങ്ങുന്ന വോയിസ് ബോക്സ്. വോയിസ് ബോക്സ് എന്ന് പറഞ്ഞാല് ശ്വാസനാളം. ആ ശ്വാസനാളത്തിലൂടെയാണ് ബ്രീത്തിങ് ട്യൂബ് കടന്നു പോകുന്നത്. ശ്വാസനാളത്തിലൂടെ ബ്രീത്തിങ് ട്യൂബ് കടന്നു പോകും. അതുകൊണ്ട് തന്നെ വെന്റിലേറ്ററിലായിരിക്കുന്ന പേഷ്യന്റിന് സംസാരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അല്ലെ? നമ്മുടെ വോക്കൽ കോഡിലൂടെ ഈ ട്യൂബ് കടന്നു പോകുമ്പോൾ വെന്റിലേറ്ററിലായിരിക്കുന്ന വ്യക്തിക്ക്, പേഷ്യന്റിന് സംസാരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ബ്രീത്തിങ് ട്യൂബ് ശ്വസനനാളത്തിന് ദോഷകരമാണ്. അതാണ് നെക്സ്റ്റ് റിസ്ക് ആയിട്ട് പറയുന്നത്. വോയിസ് കോഡ് ഇഷ്യൂസ്, സംസാരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ബ്രീത്തിങ് ട്യൂബ് നമ്മുടെ വോയിസ് ബോക്സിലൂടെയാണ് കടന്നു പോകുന്നത് അല്ലെ? അപ്പോ ശ്വസനനാളത്തിലൂടെ കടന്നു പോകുമ്പോൾ രോഗിക്ക് സംസാരിക്കാനായിട്ട് ബുദ്ധിമുട്ട് വരുന്നുണ്ട്. ഇനി എന്താണ്? പൾമണറി എഡിമ. ഇതെന്താ പറയുന്നത്? ഇതൊന്ന് എഴുതി വെച്ചോളൂ കേട്ടോ. പൾമണറി എഡിമ. The air can in the lungs to get filled up with pin. Pin എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിറക്. ചിറക് നിങ്ങള് ശ്വാസകോശം കണ്ടിട്ടുണ്ടാവില്ലേ? ഇങ്ങനെ ചിറക് പോലെയുള്ള ഇല്ലേ? അങ്ങനെയുള്ള ഒരു ഷേപ്പ് ആണല്ലേ ശ്വാസകോശത്തിന്. അപ്പൊ ഈ പൾമണറി എഡിമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്വാസകോശത്തിന്റെ വായു സഞ്ചികളിൽ
നീര് കെട്ടി നിൽക്കുന്ന അവസ്ഥ, അതിനെയാണ് പൾമണറി എഡിമ എന്ന് പറയുന്നത്. ഓക്കെ, ശ്വാസകോശത്തിന്റെ, ഇതൊന്ന് ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചോളൂ. ശ്വാസകോശത്തിന്റെ വായുസഞ്ചികളിൽ നീര് കെട്ടി നിൽക്കുന്ന അവസ്ഥ. നീര് കെട്ടി നിൽക്കുന്ന അവസ്ഥ. അപ്പൊ ഇങ്ങനെ നീര് കെട്ടി നിൽക്കുമ്പോൾ നമുക്ക് ശ്വസിക്കാനായിട്ട് ബുദ്ധിമുട്ട് വരും, ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഉണ്ടാകുന്നുണ്ട് കേട്ടോ. ഇതിനെയാണ് പൾമണറി എഡിമ എന്ന് പറയുന്നത്. ഓക്കെ, എഴുതി കഴിഞ്ഞോ? ഓക്കെ ആണോ? എത്ര വരെയും 4 പോയിന്റ്സ് ഓക്കെ ആണോ? ഓക്കെ. ഇനി നെക്സ്റ്റ് ആണ് ബ്ലഡ് ക്ലോട്ട് അല്ലെ. എന്താണ് ബ്ലഡ് ക്ലോട്ട് എന്ന് പറഞ്ഞാല്? ക്ലോട്ട് എന്ന് പറഞ്ഞാല് രക്തം കട്ട പിടിക്കുന്ന അവസ്ഥ അല്ലെ, അതിനെയാണ് ബ്ലഡ് ക്ലോട്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, like the same position for a long time can enhance the risk of blood clots forms. എന്താ പറയുന്നത്? ഫോമിങ്. എന്താ പറയുന്നത്? ബ്ലഡ് ക്ലോട്ട് എന്ന് പറഞ്ഞാല് വെന്റിലേറ്ററിൽ ഇങ്ങനെ പ്രോലോങ്ഡ് പീരീഡ് ആയിരിക്കും അല്ലെ ഒരു വ്യക്തി കിടക്കുന്നത്, ലോങ് ടൈം ആയിരിക്കും വ്യക്തി കിടക്കുന്നുണ്ട് അല്ലെ, പേഷ്യന്റ് വെന്റിലേറ്ററിൽ കിടക്കുന്നത്. സെയിം പൊസിഷനിലായിരിക്കും, അനങ്ങാനോ തിരിയാനോ ചരിയാനോ ഒന്നും പറ്റില്ല അല്ലേ. സെയിം പൊസിഷനിൽ കിടപ്പില് കിടന്ന കിടപ്പ് കിടക്കേണ്ടതായിട്ട് വരും ലോങ് പീരീഡില്. അങ്ങനെ ലോങ് പീരീഡ് കിടക്കുമ്പോ എന്താണ്, ചരിയാനോ തിരിയാനോ ഒന്നും പറ്റില്ല. അങ്ങനെ വരുമ്പോ രക്തം കട്ട പിടിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. മനസ്സിലായോ? അതാണ് ബ്ലഡ് ക്ലോട്ട്സിൽ പറയുന്നത് കേട്ടോ. അതും എന്താണ്, ഒരു വെന്റിലേറ്ററിൽ കിടക്കുന്ന പേഷ്യന്റിന് വരുന്ന റിസ്ക് ആണ്. കുറേ അധികം നാള് ആ സെയിം പൊസിഷനിൽ കിടക്കുമ്പോൾ ശരീരത്തില് രക്തം കട്ട പിടിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. എത്ര വരെ ഒന്ന് വായിച്ചു നോക്കിയേ. ഓക്കെ ആണോ? എത്ര വരെ? എത്ര വരെ ഒന്ന് വായിച്ചു നോക്കിയേ.
ഓക്കെ ആണോ? ഓക്കെ, ഇനി നെക്സ്റ്റ് പോയിന്റ് എടുക്കട്ടെ. നെക്സ്റ്റ് പോയിന്റ് ആണ് sedation related dementia. sedation എന്ന് പറഞ്ഞാൽ എന്താണ്? മയക്കം അല്ലെ? മയക്കം. ഡിമിനിഷ്യ എന്ന് പറഞ്ഞാല് മറവി രോഗം. മറവി രോഗം. ഡിമിനിഷ്യ മീൻസ് മറവി രോഗം. This can be resulted by the sedatives and many other medications provided to an individual who is on a ventilator with a breathing tube. അപ്പോ നമ്മള് വെന്റിലേറ്ററിൽ കിടക്കുന്ന രോഗിക്ക് നമ്മൾ എന്ത് കൊടുക്കാറുണ്ട്? സഡേഷനുകൾ അല്ലെ? അല്ലെ? എന്താണ് മയങ്ങാനായിട്ട് നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കാറുണ്ട്? മരുന്നുകൾ കൊടുക്കാറുണ്ട് അല്ലെ? എന്താണ് മെഡിക്കേഷൻസ് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ എന്താണ് പല ഡ്രഗ്സുകൾ നമ്മൾ അവരിലേക്ക് ഇൻജെക്ട് ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെ കൂടുതൽ മരുന്നുകൾ കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഇങ്ങനെ രോഗി കുറെ നേരം ഇങ്ങനെ മയങ്ങിക്കിടക്കും വെന്റിലേറ്ററിൽ. അങ്ങനെ വെന്റിലേറ്ററിൽ ഇങ്ങനെ മയങ്ങിക്കിടക്കുമ്പോ എന്താണ് നമുക്ക് മറവി, പല ഓർമ്മകളില്ലാത്ത അവസ്ഥ, ബോധമില്ലാത്ത അവസ്ഥ, മറവി ഡിമിനിഷ്യ സംഭവിക്കാറുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് അടുത്ത റിസ്ക് ആയിട്ട് പറയുന്നത്. പിന്നെ കുറെ അധികം മരുന്നുകൾ ഇൻജെക്ട് ചെയ്യുന്നതിലൂടെ എന്താണ് സ്റ്റേജ് കൊടുക്കാതെ സർജറിക്ക്, അതുപോലെ തന്നെ ഇങ്ങനെ രോഗികൾ വെന്റിലേറ്റർ കിടക്കുമ്പോൾ അവർക്ക് എന്താണ് പലതരത്തിലുള്ള വേദനകളൊക്കെ അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള സഡേറ്റീവ് ഡ്രഗ്സുകൾ കൊടുക്കാറുണ്ട്, സഡേഷനുകൾ കൊടുക്കാറുണ്ട്. അങ്ങനെ മരുന്നുകൾ കൊടുക്കുമ്പോ രോഗിക്ക് എന്താണ് മറവി രോഗങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇനി എന്താണ് അതെന്താണ് റിസ്ക് ആണ് കേട്ടോ. ഇനി എന്താണ് ഫ്ലൂയിഡ് ഓവർലോഡ്. This can be caused by continuous infusions, blood toxicity and renal failure. ഇനി ഇതും എന്താണ് നമ്മള് ഫ്ലൂയിഡ്സ് നമ്മൾ കൊടുക്കാറുണ്ട് അല്ലെ രോഗികൾക്ക്. പലതരത്തിലുള്ള മരുന്നുകളായാലും പലതരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ആ രോഗികളിലേക്ക് ചെയ്ത് കയറ്റാറുണ്ട്. ഇൻഫ്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കലർത്തുന്നത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ എന്ത് കൊടുക്കാറുണ്ട്? മരുന്നുകൾ നമ്മള് ഈ വെന്റിലേറ്ററിൽ കിടക്കുന്ന രോഗിക്ക് കൊടുക്കുകയും അതുപോലെ തന്നെ പലതരത്തിലുള്ള ഡ്രഗ്സുകൾ കൊടുക്കുമ്പോൾ അത് ടോക്സിറ്റി ആവുകയും വിഷാംശമാവുകയും അതുപോലെ തന്നെ റിനൈൽ ഫെയിലിയർ സംഭവിക്കുകയും ചെയ്യുന്നുണ്ട്. എന്താണ് റിനൈൽ എന്ന് പറഞ്ഞാല്? വൃക്ക രോഗങ്ങൾ കേട്ടോ. വൃക്ക ഫെയിലിയർ, റിനൈൽ ഫെയിലിയർ, വൃക്ക സംബന്ധമായിട്ടുള്ള ഫെയിലിയറും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഡ്രഗ്സുകൾ കൊടുക്കുന്നതിലൂടെ അല്ലെങ്കിൽ ഫ്ലൂയിഡ്സ് ഓവർലോഡ് ആയിട്ട് ചെയ്യുന്നതിലൂടെ സംഭവിക്കുന്നുണ്ട്. ഓക്കെ ആണോ? രണ്ട് പോയിന്റും sedation related dementia, fluid overloads. ഈ ലാസ്റ്റ് റിസ്ക് ആണ് എന്ത്? ടോക്സിറ്റി എന്ന് പറഞ്ഞാൽ വിഷാംശം. പലതരത്തിലുള്ള മരുന്നുകൾ ഇൻജെക്ട് ചെയ്ത് കഴിയുമ്പോൾ അത് വിഷാംശമായിട്ട് അല്ലെ പലതരത്തിലുള്ള ഫെയിലിയർ ആകുന്നുണ്ട്. നമുക്ക് പലതരത്തിലുള്ള രോഗങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഇതാണ് ടോക്സിറ്റി, വിഷാംശമാകുന്നുണ്ട്. ഓക്കെ, എന്താണ് ലങ് ഇഞ്ചുറി? A ventilator can cause lung damage. This can occur for several reasons. ലങ് ഡാമേജുകളും ഉണ്ടാകുന്നുണ്ട് വെന്റിലേറ്ററിൽ കിടക്കുന്ന രോഗിക്ക്. ഇനി എങ്ങനെയൊക്കെയാണ്? പല റീസൺസ് വഴിയാണ് ലങ് ഇഞ്ചുറി സംഭവിക്കുന്നത്. 3 കാര്യങ്ങളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. നോക്കിയേ, എയർ പ്രഷർ ഇൻ ദ ലങ്സ് going beyond a normal limit. നോർമൽ ലിമിറ്റിനേക്കാളും സാധാരണ പരിധിക്ക് അപ്പുറത്തേക്ക് അല്ലെ ഒരു നോർമൽ ലിമിറ്റ് ഉണ്ടാവും. അതിനെക്കാട്ടിലും അപ്പുറത്തേക്ക് എയർ പ്രഷർ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ലങ് ഇഞ്ചുറി ഉണ്ടാകുന്നുണ്ട്. ഇതാണ് ഫസ്റ്റ് പോയിന്റ് കേട്ടോ. നോർമൽ ലിമിറ്റിനെക്കാട്ടിലും കൂടുതൽ സാധാരണ പരിധിനെക്കാട്ടിലും അപ്പുറത്തേക്ക് എയർ പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ ലങ് ഇഞ്ചുറി സംഭവിക്കുന്നുണ്ട്. ഇനി എന്താണ് രണ്ടാമത്തെ കാര്യം?
Air seeps into the space between the lungs and chest wall. അല്ലെ? എന്താണ് നമ്മൾ പറഞ്ഞു, ലങ്സിനും അതുപോലെ തന്നെ ചെസ്റ്റ് വാളിനും എന്താണ് ശ്വാസകോശ ഭിത്തിയിലും അതിന്റെ ഇടയിൽ ഒരു അറയുണ്ട്, പ്യൂറൽ സ്പേസ്. പഠിച്ചിട്ടുണ്ടോ നമ്മള്? രോഗങ്ങൾ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്യൂറൽ സ്പേസ്. ആ അറയിൽ എന്ത് ചെയ്യുന്നുണ്ട്? വായു വന്ന് നിറഞ്ഞ് നിൽക്കുന്ന അവസ്ഥ. അപ്പോഴും എന്താണ്? ലങ് ഡാമേജ് ആവുന്നുണ്ട്. ഓക്കെ, ലങ്ങും ശ്വാസകോശത്തിനും അതുപോലെ തന്നെ ചെസ്റ്റ് വാളിന്റെ നടുക്കായിട്ട് ഒരു എന്തുണ്ട്? ആ ഒരു സ്പേസ് ഉണ്ട്. അവിടെയാണ് എന്തുള്ളത്? വായു വന്ന് നിറഞ്ഞിട്ട് വായു വന്ന് നിറഞ്ഞു നിൽക്കുന്ന അവസ്ഥ. അവിടെ എന്താണ്? അങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോ, വായു വന്ന് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോ ലങ് ഡാമേജ് സംഭവിക്കുന്നു. ഇനി നോക്കിയേ, ലാസ്റ്റ് റീസൺ എന്താണ്? ഓക്സിജൻ ടോക്സിറ്റി. അല്ലെ? ഓക്സിജൻ കൂടിക്കഴിഞ്ഞാലും എന്ത് സംഭവിക്കാം? ലങ് ഇഞ്ചുറി സംഭവിക്കാം. അല്ലെ? ടു മച്ച് ഓക്സിജൻ ഇൻ ദ ലങ്സ്. കുറേയധികം ഓക്സിജൻ ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും എന്താണ്? നമുക്കറിയാം എന്താണ്? കൃത്രിമമായിട്ട് ഓക്സിജൻ കൊടുക്കുന്നതാണ്. അല്ലെ? മെഷീനിലൂടെയാണ് നമ്മൾ ഓക്സിജൻ കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഓക്സിജൻ വന്ന് അവിടെ കൂടുതലായി കഴിഞ്ഞാലും ലങ് ഇഞ്ചുറി അല്ലെങ്കിൽ ലങ് ഡാമേജ് സംഭവിക്കാം. ഇത്തരം 3 കാര്യങ്ങളാണ് ലങ് ഇഞ്ചുറിയിൽ പറയുന്നത്. ഫസ്റ്റ് വൺ പറഞ്ഞത് എന്താണ്? നോർമൽ ലിമിറ്റിനെക്കാട്ടിലും, സാധാരണ പരിധിനെ കാട്ടിലും കൂടുതലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇത് എയർ പ്രഷർ കൂടുതലായി കഴിഞ്ഞാൽ ലങ് ഡാമേജ് സംഭവിക്കാം. അതുപോലെ തന്നെ എന്താണ്? ലങ്സിലും ചെസ്റ്റ് വാളിന്റെ ആയിട്ട് എന്തുണ്ട്? ഒരു സ്പേസ് ഉണ്ട്, അറയുണ്ട്. അതിനകത്ത് വായു വന്ന് നിറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലങ് ഇഞ്ചുറി ഉണ്ടാവാം. അതുപോലെ തന്നെ ഓക്സിജൻ പറഞ്ഞു, എന്താണ്? കൃത്രിമമായിട്ടാണ് നമ്മൾ ഓക്സിജൻ കൊടുക്കുന്നത്. ഓക്സിജൻ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, കൂടുതലായി കഴിഞ്ഞാൽ ലങ് ഇഞ്ചുറി സംഭവിക്കുന്നുണ്ട്. ഫ്ലൂയിഡ് ഓവർലോഡ് എന്ന് പറഞ്ഞാല് നമ്മൾ എന്താണ്? കൂടുതൽ മരുന്നുകൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കുമ്പോ നമുക്കറിയാം, ഇപ്പൊ നമ്മൾ തന്നെ മരുന്നുകൾ, പല മരുന്നുകൾ കഴിക്കുമ്പോ എന്താണ്? ശരീരത്തിന് സൈഡ് എഫക്ട്സ് ഉണ്ടാവുന്നില്ലേ? ടോക്സിറ്റി, വിഷാംശം, അല്ലെ? പല അസുഖങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇപ്പൊ കൊളസ്ട്രോളിന്റെ ഗുളിക തന്നെ നമ്മള് കൂടുതൽ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രഷർ ആവാം, ഷുഗർ ആവാം, പിന്നീട് നമുക്ക് പല അസുഖങ്ങളും വരാം. അപ്പൊ അത് തന്നെയാണ് ഇതിലും പറയുന്നത്. എന്താണ്? വെന്റിലേറ്ററിൽ കിടക്കുന്ന വ്യക്തിക്ക് പലതരത്തിലുള്ള മരുന്നുകൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇൻജെക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ അത് ടോക്സിറ്റി, വിഷാംശമാവുകയും അതുപോലെ തന്നെ എന്താണ്? റിനൈൽ, വൃക്ക ഫെയിലിയർ സംഭവിക്കുകയും ചെയ്യുന്നു. Okay. ഇനി നോക്കിയേ, നെക്സ്റ്റ് എല്ലാവരുടെയും കഴിഞ്ഞു. ഇത് ഓക്കെ ആണോ? ഈ പോയിന്റ്സ്, റിസ്ക് ഓക്കെ അല്ലേ? ഓക്കെ. ഈ നെക്സ്റ്റ് പോർഷൻ ആണ് who attends to the patient on a mechanical ventilator. മെക്കാനിക്കൽ വെന്റിലേറ്റർ കിടക്കുന്ന പേഷ്യൻസിനെ ആരൊക്കെയാണ് അറ്റൻഡ് ചെയ്യുന്നത്? ആരൊക്കെയാണ് നോക്കുന്നത്? നോക്കിയേ, the patient who are mechanically ventilated care providers like physician, anesthesiologist, അതുപോലെ തന്നെ pulmonary specialist, അതുപോലെ എന്താണ്? physiotherapist or respiratory therapist and nurse are liable to take care of them. ഇത്ര പേരാണ് വെന്റിലേറ്ററിൽ കിടക്കുന്ന പേഷ്യന്റിനെ നോക്കുന്നത്. ആരൊക്കെയാണ്? ഫിസിഷ്യൻ, ഡോക്ടേഴ്സ് ഉണ്ടാവും, അനസ്തേഷ്യ കൊടുക്കുന്ന സ്പെഷ്യലിസ്റ്റ് ഉണ്ടാവും, അതുപോലെ തന്നെ എന്താണ്? പൾമണറി സ്പെഷ്യലിസ്റ്റ്, ലങ്സിന്റെ സ്പെഷ്യലിസ്റ്റ് ആണ് പൾമണറി സ്പെഷ്യലിസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ എന്താണ്? റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റ് അല്ലെങ്കിൽ ഫിസിയോതെറാപ്പിസ്റ്റ് ഉണ്ടാവും, നേഴ്സ് ഉണ്ടാവും. ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം കേട്ടോ, ആരൊക്കെയാണ് നോക്കുന്നത് പേഷ്യന്റ്.
ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് ഉറപ്പ് വെച്ചാൽ മതി ആരൊക്കെയാണ് അറ്റൻഡ് ചെയ്യുന്നത്. ഇനി ലാസ്റ്റ് പോയിന്റ് നോക്കിയേ, ദ അഡ്മിനിസ്ട്രേഷൻ മസ്റ്റ് മേക്ക് ഷുവർ. നമ്മൾ ഏത് ചാപ്റ്റർ പഠിക്കുമ്പോഴും എന്തുണ്ട്, അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തേണ്ട കാര്യങ്ങളുണ്ടല്ലേ ഓരോ ചാപ്റ്ററിലും. അതുപോലെ തന്നെയാണ് വിദ്യാലയത്തിലും അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തേണ്ട ചില കാര്യങ്ങളുണ്ട്. 4 പോയിന്റ്സ് ആണ് അതിൽ നോക്കാനുള്ളത്. ഫസ്റ്റ് പോയിന്റ് എന്താണ്, ദ പ്രിവെന്റീവ് മെയിൻ്റെനൻസ് ഓഫ് equipments to be done periodically. എന്താണ് എക്യുപ്മെന്റ്സ്, അവിടെ വെന്റിലേറ്ററിന്റെ എന്തെങ്കിലും എക്യുപ്മെന്റ്സുകൾ മെയിൻ്റെനൻസ് വർക്ക് ഒക്കെ ഉണ്ടെങ്കിൽ അത് പീരിയോഡിക്കലി അത് മെയിൻ്റെനൻസ് ചെയ്യാം. കറക്റ്റ് ആയിട്ട് എന്തെങ്കിലും അറ്റകുറ്റപ്പണികളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, പീരിയോഡിക്കലി ചെയ്യണം. കറക്റ്റ് ആയിട്ട് നോക്കാം എല്ലാ കാര്യങ്ങളും. എക്യുപ്മെന്റ് നല്ല രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ കറക്റ്റ് ആക്കാം. ഇനി എന്താണ്, ഒബ്ജക്റ്റീവ്ലി ഓഫ് വെൽ ട്രെയിൻഡ് സ്റ്റാഫ് ഇൻ കെയർ ഓഫ് പേഷ്യന്റ് ഇൻ വെന്റിലേറ്റർ. അപ്പോ ഈ വെന്റിലേറ്ററിൽ കിടക്കുന്ന പേഷ്യന്റിന് നല്ല രീതിയിലുള്ള കെയർ കൊടുക്കാൻ വേണ്ടതായിട്ടുള്ള വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള സ്റ്റാഫുകളാണോ അവിടെ ഉള്ളത് എന്ന് ഉറപ്പുവരുത്തണം. സ്ട്രിക്ട് പ്രോട്ടോകോൾ ദ കെയർ ഓഫ് വെന്റിലേറ്റർ പേഷ്യന്റ്സ്. അപ്പോ വെന്റിലേറ്ററിൽ കിടക്കുന്ന അല്ലെങ്കിൽ നമ്മളിപ്പോ റേഡിയോളജി ഇതൊക്കെയാണ് നമ്മള് ആക്സിഡന്റ് ആൻഡ് എമർജൻസി, ഓരോ ഹോസ്പിറ്റലിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും പലതരത്തിലുള്ള ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. അവിടെയൊക്കെ എന്താണ്, പലതരത്തിലുള്ള പോളിസീസും പ്രൊസീജിയേഴ്സും പ്രോട്ടോകോൾസും ആണ് യൂസ് ചെയ്യുന്നത്. ഇതൊക്കെ കൊടുക്കുന്നത് ആരാണ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഏരിയ ആണ് അല്ലെ. ഇപ്പൊ ആക്സിഡന്റ് കാഷ്വാലിറ്റിയിൽ ഫോളോ ചെയ്യുന്ന പോളിസീസ് ഇതൊക്കെ റിട്ടേൺ ചെയ്ത് കൊടുക്കുന്നത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. അതുപോലെ തന്നെ വെന്റിലേറ്ററിൽ കിടക്കുന്ന പേഷ്യന്റിന് പല പ്രോട്ടോകോൾസും പല റൂൾസും പല പോളിസീസും ഉണ്ട്. അതിലൂടെ ആയിരിക്കണം അവരെ പേഷ്യന്റിനെ കെയർ ചെയ്യേണ്ടത്, അത് പ്രകാരമായിരിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങൾ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നുണ്ടോ നോക്കാം. പിന്നെന്താണ്, സഫിഷ്യന്റ് റിസോഴ്സ് ഷുഡ് ബി അവൈലബിൾ. അവിടെ അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റതായിട്ടുള്ള അല്ലെങ്കിൽ പേഷ്യന്റിന് എല്ലാ കാര്യങ്ങളും വെന്റിലേറ്ററിൽ കിടക്കുമ്പോൾ പല എക്യുപ്മെന്റ്സുകളും ആവശ്യമായിട്ട് വരും, പല മെറ്റീരിയൽസും ആവശ്യമായിട്ട് വരും. അപ്പൊ അവിടെ മതിയായ രീതിയിൽ റിസോഴ്സസുകൾ ഉണ്ടോ, വിഭവങ്ങളുണ്ടോ, അവൈലബിൾ ആണോ എന്നുള്ളത് അഡ്മിനിസ്ട്രേഷൻ ഏരിയ ഉറപ്പുവരുത്തേണ്ടതാണ്. ഇത്തരം കാര്യങ്ങളാണ് അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തുന്നത്. ഓക്കെ, ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്, എക്യുപ്മെന്റ്സ് കറക്റ്റ് ആയിട്ട് മെയിൻ്റെനൻസ് ചെയ്ത് പീരിയോഡിക്കലി അത് ചെക്ക് ചെയ്യാം. പിന്നെന്താണ്, വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള സ്റ്റാഫുകൾ ഉണ്ടോ എന്നുള്ളത് നോക്കാം. പിന്നെന്താണ്, കറക്റ്റ് പ്രോട്ടോകോൾ അവരെ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നുണ്ടോ, അതുപോലെ അവർക്ക് ആവശ്യമായിട്ടുള്ള സഫിഷ്യന്റ് മതിയായ രീതിയിലുള്ള വിഭവങ്ങൾ ഉണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തുക. ഓക്കെ, വായിച്ചു നോക്കി. ഏതാണ്, who attends to the patient ആണോ പറയുന്നത്? ഏതാണ് ഔട്ട് വന്നത്? അതവിടെ എന്താണ്, എത്ര മാത്രം നോക്കിയാൽ മതി. വെന്റിലേറ്ററിൽ കിടക്കുന്ന പേഷ്യന്റിനെ ആരൊക്കെ അറ്റൻഡ് ചെയ്യേണ്ടത്, ആരൊക്കെയാണ് അറ്റൻഡ് ചെയ്യേണ്ടത്, ആരൊക്കെയാണ്, ഫിസിഷ്യൻ വേണം, അനസ്തേഷ്യസ്റ്റ്, അതുപോലെ പൾമണറി സ്പെഷ്യലിസ്റ്റ്, ലങ്സിൽ സ്പെഷ്യലൈസ് ചെയ്തവരാണ് പൾമണറി സ്പെഷ്യലിസ്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ ഫിസിയോതെറാപ്പിസ്റ്റ് അല്ലെങ്കിൽ റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റ് വേണം, നേഴ്സ്. ഇത്തരം കാര്യങ്ങൾ അവിടെ അണ്ടർലൈൻ ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. ബാക്കിയൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ആരൊക്കെയാണ് മെക്കാനിക്കൽ വെന്റിലേറ്ററിൽ കിടക്കുന്ന പേഷ്യന്റിനെ അറ്റൻഡ് ചെയ്യുന്നത്, ഫിസിഷ്യൻ, അനസ്തേഷ്യസ്റ്റ്, അതുപോലെ പൾമണറി സ്പെഷ്യലിസ്റ്റ്, ഫിസിയോതെറാപ്പിസ്റ്റ്, നേഴ്സ്. ഓക്കെ, എക്സാമിന് റിസ്ക് വരുമോന്ന് അറിയില്ല. എല്ലാ കാര്യങ്ങളും പഠിക്കാം, എളുപ്പമല്ലേ റിസ്ക് ഒക്കെ. ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കാനുള്ളത് പൾമണറി എഡിമ, ഇത് നോക്കണം കേട്ടോ.
വന്ന് കണ്ടിട്ടുണ്ട്. ബാക്കിയുള്ളതൊക്കെ അറിയാലോ. ഏതൊക്കെയാണ് റിസ്ക്? ഇൻഫെക്ഷൻ, ഇറിറ്റേഷൻ, വോക്കൽ കോഡ് ഇഷ്യൂ, പെറ്റ് ബോക്സ്, അതുപോലെ ഏതൊക്കെയാണ് സ്കട്ടേഷൻ റിലേറ്റഡ് ടു ഡിമിനീഷ്യ, ഫ്ലൂയിഡ് ഓവർലോഡ്, ലങ് ഇഞ്ചുറി. ഒന്ന് നോക്കാം. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയില്ല. ബാക്കിയിൽ തന്നെയുണ്ട്. എന്ത് മൂലമാണ് റിസ്ക് സംഭവിക്കുന്നത്, എന്ത് കാരണമാണ് ചെയ്യാൻ പറ്റില്ലേ? ഓക്കെ, വായിച്ചു നോക്കിയോ? ഇതിലേക്ക് ചാപ്റ്റർ എളുപ്പമാണോ? ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂൾ എളുപ്പമാണ്. 3യും 4th മൊഡ്യൂൾ ഇത്തിരി ടഫാണ്. നമുക്ക് 4 എടുക്കുന്ന ചാപ്റ്റേഴ്സ് ആണ്. അതൊക്കെ നല്ല എളുപ്പമാണ് എടുത്തുകൊണ്ടിരിക്കുന്ന ചാപ്റ്റേഴ്സ് ഒക്കെ. ഓക്കെ, നെക്സ്റ്റ് ചാപ്റ്റർ പറഞ്ഞിട്ടേ. ഡൗട്ട് ഒന്നുമില്ലല്ലോ. അപ്പൊ വെന്റിലേറ്റർ നാം അവസാനിച്ചു, ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. നെക്സ്റ്റ് എടുക്കാൻ പോകുന്നത് സെക്കൻഡ് മൊഡ്യൂളിലെ ചാപ്റ്റർ 5 CSSD. പേജ് നമ്പർ ഒന്ന് പറയോ? ജസ്റ്റ് ഒന്ന് തുടങ്ങി വെക്കാം. CSSD എന്താണെന്ന് കേട്ടോ. എളുപ്പമാണ് CSSD. പേജ് നമ്പർ 30. ചാപ്റ്റർ 5 തന്നെയാണോ നിങ്ങളുടെ കയ്യിൽ കിടക്കുന്നത്? Chapter 5, Central Sterile Supply Department, page number 30. Okay. CSSD എന്താണെന്ന് അറിയോ? Any idea? എന്താണ് CSSD എന്ന് പറഞ്ഞാല്? ഓക്കെ, CSSD എന്ന് പറഞ്ഞാല് എന്താണ്? ഹോസ്പിറ്റലുകളിൽ ഒരു സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. നമുക്കറിയാം എന്താണ് ഓപ്പറേഷന് പല ഇൻസ്ട്രുമെന്റ്സ് അല്ലെ. ഓപ്പറേഷൻ ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ എന്താണ് പേഷ്യൻസ് സർജറിയുമായിട്ട് ബന്ധപ്പെട്ട് പല ഡോക്ടേഴ്സിനായാലും നഴ്സുമാർക്കായാലും പല ഇൻസ്ട്രുമെന്റ്സ് പല ഐറ്റംസ് ഒക്കെ ആവശ്യമായിട്ട് വരും. അപ്പൊ ഈ ഐറ്റംസ് ഒരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? അടുത്ത വ്യക്തിനെ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ അത് തന്നെയാണോ യൂസ് ചെയ്യുന്നത്? ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് അത് തന്നെ യൂസ് ചെയ്യും? ഇങ്ങനെ ചെയ്യാറ് ഇല്ല. അതെന്ത് ചെയ്യും? അത് വൃത്തിയാക്കണോ അല്ലെ? സാനിറ്റൈസേഷൻ. ഓക്കെ, സ്റ്റെറിലൈസ് ചെയ്തിട്ട് വേണം, അണുമുക്തമാക്കിയിട്ട് വേണം അത് അടുത്ത ആൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക? ഒരു വ്യക്തിക്ക് യൂസ് ചെയ്ത ഇൻസ്ട്രുമെന്റ്സ് തന്നെ മറ്റൊരാൾക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? എന്ത് സംഭവിക്കും? ഇൻഫെക്ഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോ ഇതെന്ത് ചെയ്യുന്നുണ്ട്? ഒരു വ്യക്തിക്ക് ഉപയോഗിച്ച എക്യുപ്മെന്റ്സ് ഈ CSSD ഡിപ്പാർട്ട്മെന്റിലോട്ട് കൊണ്ടുവന്ന് ആ ഇൻസ്ട്രുമെന്റ്സ് ക്ലീൻ ആക്കി സ്റ്റെറിലൈസ് ചെയ്ത് അണുമുക്തമാക്കിയതിനു ശേഷം മറ്റു ഡിപ്പാർട്ട്മെന്റിലേക്ക് ആ എക്യുപ്മെന്റ്സ് ആർക്കാണോ ആവശ്യമായിട്ട് വരുന്നത് ഓപ്പറേഷൻ തിയേറ്ററിലായിരിക്കാം അവർക്ക് സ്റ്റെറിലൈസ് ചെയ്ത് കൊടുക്കും. അതാണ് CSSD ഡിപ്പാർട്ട്മെന്റിൽ നടക്കുന്നത്. അതാണ് പലതരത്തിലുള്ള ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടല്ലേ ഹോസ്പിറ്റലുകളിൽ. ക്ലീനിങ് സെക്ഷൻ,
അണുവിമുക്തമാക്കിയിട്ട് ഓരോ ഡിപ്പാർട്ട്മെന്റുകളും ഉപയോഗിക്കുന്ന ഐറ്റംസ് അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ്സ് ക്ലീൻ ചെയ്ത് സ്റ്റെറൈൽ ചെയ്ത് അതാത് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. ആ പ്രോസസ് ആണ് ഇവിടെ നടക്കുന്നത് CSSD നടക്കുന്നത്, സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റില് നടക്കുന്നത്. കണക്ഷൻ കിട്ടിയോ? മനസ്സിലായോ എന്താണെന്നുള്ളത്? കൺസെപ്റ്റ് മനസ്സിലായോ? ഓക്കെ, ഇനി ഇൻട്രൊഡക്ഷൻ നോക്കിയേ. From an infection control view, it is necessary to make sure that for proper disinfection of surgical equipment is done. അല്ലേ? നമ്മൾ എന്ത് ചെയ്യണം? ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലുകളിൽ ഉപയോഗിക്കുന്ന സർജിക്കൽ എക്യുപ്മെന്റ്സ് അണുവിമുക്തമാക്കണം, അല്ലെ? പ്രോപ്പർ ആയിട്ട് ഡിസിൻഫെക്ഷൻ നടത്തണം. If instruments are microbially cleaned, microbially എന്ന് പറഞ്ഞാൽ എന്താണ്? മൈക്രോബയൽ? സൂക്ഷ്മാണു സംബന്ധമായ സൂക്ഷ്മാണുക്കൾ ഉണ്ടാവില്ലേ ആ ഇൻസ്ട്രുമെന്റ്സില്? അപ്പൊ ആ ഇൻസ്ട്രുമെന്റ്സ് എന്ത് ചെയ്യണം? നല്ല രീതിയിൽ എന്താണ് ക്ലീൻഡ് എന്ന് പറഞ്ഞാല് മലിനമായിരിക്കും, അല്ലെ? ഒരു ഓപ്പറേഷൻ കഴിഞ്ഞാൽ എന്താണ് ആ രോഗിയുടെ അണുവിമുക്തം, അല്ലെ? അണുക്കള് ആ ഇൻസ്ട്രുമെന്റിൽ ഉണ്ടാവും. അപ്പൊ ആ ഇൻസ്ട്രുമെന്റ് സൂക്ഷ്മാണു സംബന്ധമായിട്ട് മലിനമായിട്ടുണ്ടാവും, അല്ലെ? ചേഞ്ച് എന്ന് പറഞ്ഞാല് മലിനമായ. This led to an increased likelihood of contamination and later infection of surgical wound. As a result, appropriate sterilization of surgical instruments is suggested as one of the basic and accepted measures against surgical site infection. അപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ആ വ്യക്തിയിൽ നിന്നുള്ള ഇൻഫെക്ഷൻ ആ ഇൻസ്ട്രുമെന്റിൽ ഉണ്ടാവും. ആ എന്താണ് സൂക്ഷ്മാണു സംബന്ധമായിട്ട് ആ ഇൻസ്ട്രുമെന്റ് മലിനമാക്കപ്പെട്ടിട്ടുണ്ടാവും. ആ മലിനമായ ഇൻസ്ട്രുമെന്റ് നമ്മൾ എന്ത് ചെയ്യണം? ഇൻഫെക്ഷൻ പടർന്നു പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് സർജിക്കൽ വൗണ്ട് എന്ന് പറഞ്ഞാല് സർജറി കൊണ്ടുള്ള മുറിവ്, വൗണ്ട് എന്ന് പറഞ്ഞാൽ മുറിവ്. ആ മുറിവില് ആ ഇൻസ്ട്രുമെന്റ് തൊട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഇൻഫെക്ഷൻ ആവാൻ സാധ്യതയുണ്ട്, അല്ലെ? അതുകൊണ്ട് തന്നെ ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടത് എന്താണ്? നല്ല രീതിയിൽ ആ ഇൻസ്ട്രുമെന്റ് സ്റ്റെറിലൈസ് ചെയ്യണം, അണുവിമുക്തമാക്കണം. മനസ്സിലായോ ഇൻട്രൊഡക്ഷൻ? ഇനി സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ എന്ന് കൊടുത്തിട്ടുണ്ട്, SSI, സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ. സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാല് സർജറി ചെയ്യുമ്പോ മുറിവുണ്ടാവുമല്ലോ, സർജിക്കൽ വൗണ്ട് ഉണ്ടാവില്ലേ? അവിടെ ഉണ്ടാകുന്ന ഇൻഫെക്ഷനെയാണ് സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയുള്ള ഇൻഫെക്ഷൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മള് അവിടെ എന്ത് ചെയ്യണം? അംഗീകൃതമായിട്ടുള്ള നടപടിക്രമങ്ങൾ എന്ന് പറഞ്ഞാല് എന്താണ്? ഇൻഫെക്ഷൻ പടർന്നു പിടിക്കാതിരിക്കാൻ വേണ്ട നടപടിക്രമം എന്ന് പറഞ്ഞാല് എന്ത് ചെയ്യണം? ഇൻസ്ട്രുമെന്റ്സ് നല്ല രീതിയിൽ സ്റ്റെറിലൈസ് ചെയ്യാം. ഇൻട്രൊഡക്ഷനിൽ അത്രയും കാര്യങ്ങളാണ് പറയുന്നത്. ഓക്കെയാണോ? കൺസെപ്റ്റ് മനസ്സിലായോ? സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാല് സർജറി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ഭാഗത്ത് മുറിവുണ്ടാവുമല്ലോ, ആ മുറിവുണ്ടാകുന്ന ഭാഗത്ത് ഇൻഫെക്ഷൻ ഉണ്ടാകുന്നു. അതിനെയാണ് സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എടുത്തോട്ടെ മിസ്. ക്ലിയർ ആണോ ഇൻട്രൊഡക്ഷൻ? ഓക്കെ, ഇനി നോക്കിയേ, വാട്ട് ഈസ് സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്? എന്താണ് CSSD? ഓക്കെ, എക്സ്പാൻഡ് ഫോം ചോദിക്കാം കേട്ടോ. CSSD എന്താണ്? എക്സ്പാൻഡ് CSSD. ടെക്സ്റ്റ് ബുക്ക് ഇല്ലാത്തവര് നോട്ട് ചെയ്ത് വെക്കാം, ടെക്സ്റ്റ് ഉള്ളവര് അടയാളപ്പെടുത്തി മാർക്ക് ചെയ്ത് വെക്കാം. എന്താണ് CSSD? The CSSD consists of those services within a hospital which as such stores
ആസെപ്റ്റിന്റെ അവിടെ ഒരു കോമ ഇട്ട് കൊടുക്കണം കേട്ടോ. ആസെപ്റ്റ് കോമ സ്റ്റോഴ്സ് process distributes and controls professional supplies and equipments. Okay, ഇത്ര വരെ നമുക്ക് പറയാം. എന്താണ് CSC നടക്കുന്ന പ്രോസസ് എന്ന് പറയുന്നത്? നമ്മൾ പഠിച്ചു അല്ലെ, ഹോസ്പിറ്റലില് പല ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. ആ ഡിപ്പാർട്ട്മെന്റ്സിൽ പലതരത്തിലുള്ള എക്വിപ്മെന്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ആ എക്വിപ്മെന്റ്സ് എന്ത് ചെയ്യുന്നുണ്ട്? അവര് സ്വീകരിക്കുന്നു. ആദ്യം സ്വീകരിച്ച് അത് സ്റ്റോർ ചെയ്ത് വെച്ച് പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്? അണുക്കളൊക്കെ അണുയുക്തമാക്കുന്നുണ്ട് അല്ലെ. ആ ഇൻസ്ട്രുമെന്റ്സിലുള്ള അണുക്കളെ ക്ലീൻ ആക്കിയതിനു ശേഷം, ആ പ്രോസസ് നടന്നതിന് ശേഷം അതാത് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. മനസ്സിലായോ? അതാണ് CSC നടക്കുന്ന പ്രോസസ് എന്ന് പറഞ്ഞാല്. അതാത് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് എക്വിപ്മെന്റ്സുകൾ ആക്സെപ്റ്റ് ചെയ്യുന്നു, സ്വീകരിക്കുന്നു, അത് സ്റ്റോർ ചെയ്ത് വെക്കുന്നു. അതിനുശേഷം എന്താണ്? ആ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ക്ലീൻ ആക്കി അണുവിമുക്തമാക്കി സ്റ്റെറൈൽ ചെയ്ത് അതാത് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു കൊടുക്കുന്നു. കിട്ടിയോ? ഇനി എന്താണ്? ഫോർ സ്റ്റെറൈൽ ആൻഡ് നോൺ സ്റ്റെറൈൽ ആൻഡ് ഫോർ all from all departments of the hospital for the care and safety of patient. അപ്പോ ഇനി നമ്മുടെ CSC ഡിപ്പാർട്ട്മെന്റില് രണ്ട് തരത്തിലുള്ള എക്വിപ്മെന്റ്സ് ആണ് ഉണ്ടാകുന്നത്. ഒന്ന് ഏതാണ്? സ്റ്റെറൈൽ അല്ലെ. സ്റ്റെറൈൽ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റെറൈല് അണുവിമുക്തമാക്കിയ എക്വിപ്മെന്റ്സ് ഉണ്ടാവും. അതുപോലെ തന്നെ നോൺ സ്റ്റെറൈൽ അല്ലെ, മലിനമായ എക്വിപ്മെന്റ്സും അണുവിമുക്തമാക്കാത്ത എക്വിപ്മെന്റ്സ് ഉണ്ടാവില്ലേ? ഓരോരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും സ്വീകരിക്കുന്നു, അതവിടെ സ്റ്റോർ ചെയ്ത് വെക്കുന്നു അല്ലെ. പിന്നെ കുറച്ച് കുറച്ച് എടുത്തിട്ടാണ് അവർ എന്ത് ചെയ്യുന്നത്? മലിനമായ ഇൻസ്ട്രുമെന്റ്സ് എന്ത് ചെയ്യുന്നത്? അണുവിമുക്തമാക്കുന്നത്. രണ്ട് എക്വിപ്മെന്റ്സും ആ ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടാവും. അണുവിമുക്തമായതും ഉണ്ടാവും, അണുവിമുക്തമാക്കാത്തതും ഉണ്ടാവും അല്ലെ. ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ. ഇനി എന്താണ്? ഇനി ഈ ഡിപ്പാർട്ട്മെന്റിൽ ഇങ്ങനെയുള്ള ക്ലിയർ അല്ലെങ്കിൽ അണുവിമുക്തമാക്കിയിട്ടുള്ള എക്വിപ്മെന്റ്സ് അണുവിമുക്തമാക്കി കൊടുക്കുമ്പോ എന്താണ് സംഭവിക്കുന്നത്? ഹോസ്പിറ്റലിൽ നല്ല രീതിയിൽ അവിടെ വരുന്ന പേഷ്യൻസിന് സേഫ്റ്റി പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഈ ഡിപ്പാർട്ട്മെന്റ് സഹായിക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് വാട്ട് ഈസ് CSC പറഞ്ഞത്. എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? അവിടെ നടക്കുന്ന പ്രോസസ് അല്ലെ. ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഐറ്റംസ് അല്ലെങ്കിൽ എക്വിപ്മെന്റ്സ് സ്വീകരിച്ച് സ്റ്റോർ ചെയ്ത് എന്ത് ചെയ്യുന്നുണ്ട്? അണുവിമുക്തമാക്കി അതാത് ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊടുക്കുന്നു, ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. പിന്നെന്താ പറഞ്ഞത്? രണ്ട് കാര്യങ്ങൾ, രണ്ട് ഇൻസ്ട്രുമെന്റ്സ് ആണ്, എക്വിപ്മെന്റ്സ് ആണ് അവിടെ ഉള്ളത് അല്ലെ. സ്റ്റെറൈൽ ആയിട്ടുള്ളതും നോൺ സ്റ്റെറൈൽ ആയിട്ടുള്ളതും. ഇനി എന്താണ് പറഞ്ഞത്? ഇങ്ങനെ ഈ ഡിപ്പാർട്ട്മെന്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിലൂടെ അവിടെ വരുന്ന പേഷ്യൻസിന് സേഫ്റ്റി പ്രൊവൈഡ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഓക്കെ ആണോ? ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ. ഇൻട്രൊഡക്ഷനും വാട്ട് ഈസ് CSC വായിച്ചു നോക്കി. രണ്ട് പാരഗ്രാഫ്. വ്യത്യാസമുണ്ടോ? എന്താ കിടക്കുന്നത്? സേഫ് എന്നാണ് അല്ലെ. അത് സൈറ്റ് ഇൻഫെക്ഷൻ ആക്കണം കേട്ടോ. സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ. PDF കാണുന്നത് പോലെ ഒന്ന് എഴുതി വെക്കൂ കേട്ടോ. തെറ്റാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ.
കറക്റ്റ് ആക്കിയോ? ഓക്കെ, വായിച്ചു നോക്കിയോ? രണ്ട് പാരഗ്രാഫും ക്ലിയർ ആണോ? ഇനി അതിന്റെ ഒബ്ജക്റ്റീവ് ആൻഡ് ഫങ്ഷൻസ് കൂടി എടുത്തിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഫങ്ഷൻസ് നോട്ട് ചെയ്ത് വെക്കാം. CSSDയുടെ ഒബ്ജക്റ്റീവ്സ് ചോദിച്ചാലും ഫങ്ഷൻസ് ചോദിച്ചാലും ഒന്ന് തന്നെയാണ് കേട്ടോ. ഓക്കെ, അതൊന്ന് ഓർത്ത് വെക്കാം. ഓക്കെ, ഫങ്ഷൻസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ്. ഫസ്റ്റ് വൺ, ടു സപ്ലൈ സ്റ്റെറിലൈസ്ഡ് മെറ്റീരിയൽസ്. അല്ലെ, സപ്ലൈ ചെയ്യുന്നത് എന്താണ്? അണുവിമുക്തമാക്കിയിട്ടുള്ള മെറ്റീരിയൽസ് ആണ്. പിന്നെ എന്താണ്? ടു കോൺട്രിബ്യൂട്ട് എ റിഡക്ഷൻ in the incidence of hospital infection. അല്ലെ, ഹോസ്പിറ്റലില് ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നത് കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നില്ലേ അവര്? ആണോ? ചെയ്യുന്നുണ്ടോ? അല്ലെ, സ്റ്റെറിലൈസ് ആയിട്ടുള്ള അണുവിമുക്തമാക്കിയിട്ടുള്ള എക്യുപ്മെന്റ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവിടെ എന്താണ്? ഇൻഫെക്ഷൻ ഉണ്ടാകുന്നത് തടയുന്നുണ്ട് അല്ലെ, കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്നു. ഇനി എന്താണ്? To avoid duplication of expensive equipments. നമുക്കറിയാം ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ യൂസ് ചെയ്യുന്ന എക്യുപ്മെന്റ്സ് വളരെ വിലപിടിപ്പുള്ള അല്ലെ, വിലയുള്ള എക്യുപ്മെന്റ്സ് ആണ്. അതുകൊണ്ട് തന്നെ എന്താണ്? ഇങ്ങനെ സ്റ്റെറിലൈസ് ചെയ്ത് അണുവിമുക്തമാക്കി ഉപയോഗിക്കുന്നത് കൊണ്ട് ആ ഹോസ്പിറ്റലിന് വീണ്ടും വീണ്ടും അത് വാങ്ങിക്കാനായിട്ട് അല്ലെ, വാങ്ങിക്കുന്നത് ഒഴിവാക്കാൻ പറ്റുന്നുണ്ട് അല്ലെ. അതാണ് ഡ്യൂപ്ലിക്കേഷൻ. അവോയ്ഡ് ഡ്യൂപ്ലിക്കേഷൻ ഓഫ് എക്സ്പെൻസീവ് എക്യുപ്മെന്റ്സ്. അത് വീണ്ടും വീണ്ടും വാങ്ങിക്കാതെ, വളരെ വിലപിടിപ്പുള്ള എക്യുപ്മെന്റ്സ് ആയതുകൊണ്ട് തന്നെ അത് വീണ്ടും വീണ്ടും വാങ്ങിക്കാതെ അണുവിമുക്തമാക്കിയിട്ടാണ് അവരവിടെ യൂസ് ചെയ്യുന്നത്. പിന്നെന്താണ്? ടു കീപ് റെക്കോർഡ്സ് ഓഫ് എഫിക്കസി ഓഫ് ക്ലീനിങ്, ഡിസ്ഇൻഫെക്ഷൻ ആൻഡ് സ്റ്റെറിലൈസേഷൻ പ്രോസസ്. അപ്പോ എഫിക്കസി എന്ന് പറഞ്ഞാൽ എന്താണ്? കാര്യക്ഷമത. എഫിക്കസി എന്ന് പറഞ്ഞാല് കാര്യക്ഷമത. അപ്പൊ റെക്കോർഡ് കീപ്പ് ചെയ്യുന്നത്, ഇതിന്റെയൊക്കെ റെക്കോർഡാണ് അവർ കീപ്പ് ചെയ്യുന്നത്? ക്ലീൻ ആക്കിയ എക്യുപ്മെന്റ്സ് ഏതൊക്കെയാണ് അതിന്റെ ഒരു റെക്കോർഡ് കീപ്പ് ചെയ്യും. ഡിസ്ഇൻഫെക്ഷൻ ആക്കിയ എക്യുപ്മെന്റ്സ് ഏതൊക്കെയാണ് അതിന്റെ ഒരു റെക്കോർഡ് ഉണ്ടാകും. അതുപോലെ സ്റ്റെറിലൈസ് ചെയ്തിട്ടുള്ള എക്യുപ്മെന്റ്സ് ഏതൊക്കെയാണ്, ഇങ്ങനെ 3 തരത്തില് റെക്കോർഡ് കീപ്പ് ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെന്താണ്? ടു എക്സിബിറ്റ് ആൻഡ് ഇമ്പോസ് control necessary to avoid cross infection. എന്താണ് ക്രോസ് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാല്? എന്തായിരിക്കും ക്രോസ് ഇൻഫെക്ഷൻ? ക്രോസ് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാല് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് വൈറസ്, ബാക്ടീരിയ പടർന്നു പിടിക്കുക. ഇതിനെയാണ് ക്രോസ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് വൈറസോ ബാക്ടീരിയയോ പടർന്നു പിടിക്കുക. മനസ്സിലായോ? പകരുന്നത്. വൈറസ്, ബാക്ടീരിയ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നതിനെയാണ് ക്രോസ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ക്രോസ് ഇൻഫെക്ഷൻ എന്താണ്? ഒഴിവാക്കുക. ക്രോസ് ഇൻഫെക്ഷൻ ഒഴിവാക്കുന്നതിനുള്ള നടപടിക്രമങ്ങള് എന്ത് ചെയ്യണം? നടപ്പിലാക്കുകയും, എക്സിബിറ്റ് എന്ന് പറഞ്ഞാല് നടപ്പിലാക്കുകയും, ഇമ്പോസ് പ്രദർശിപ്പിക്കുകയും ചെയ്യുക. ക്രോസ് ഇൻഫെക്ഷൻ ഒഴിവാക്കുന്നതിനുള്ള നടപടിക്രമങ്ങള് എന്ത് ചെയ്യണം? നടപ്പിലാക്കുകയും അത് പ്രദർശിപ്പിക്കുകയും ചെയ്യുന്നു. നെക്സ്റ്റ് വൺ, ടു മെയിൻറ്റെയിൻ ദ ഇൻവെന്ററി ഓഫ് സപ്ലൈസ് ആൻഡ് എക്യുപ്മെന്റ്സ്. അവിടെ വരുന്ന പലതരത്തിലുള്ള എക്യുപ്മെന്റ്സ് വരും അല്ലെ CSSDയില്. അപ്പൊ അവിടെ വരുന്ന എക്യുപ്മെന്റ്സിന്റെ വിവര പട്ടിക, ഇൻവെന്ററി എന്ന് പറഞ്ഞാല് വിവര പട്ടിക മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുന്നു. ആ ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുന്ന പലതരത്തിലുള്ള, ഇമ്പോസ് എന്ന് പറഞ്ഞാൽ പ്രദർശിപ്പിക്കുക, ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുന്ന പലതരത്തിലുള്ള എക്യുപ്മെന്റ്സ് ഉണ്ടാവും. അതിന്റെ ഇൻവെന്ററി എന്ന് പറഞ്ഞാല് വിവര പട്ടിക മെയിൻറ്റെയിൻ ചെയ്യുന്നു.
നെക്സ്റ്റ് ആണ് ടു അറേഞ്ച് എ സേഫ് എൻവയോൺമെന്റ് ഫോർ ദ പേഷ്യന്റ് ആൻഡ് സ്റ്റാഫ്. അവിടെയുള്ള സ്റ്റാഫിനും അതുപോലെ പേഷ്യന്റിനും സേഫ് എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നു അല്ലെ. ഇങ്ങനെയുള്ള അണുക്കളെ അണുക്തമാക്കിയിട്ട് ഓരോ എക്യുപ്മെന്റും യൂസ് ചെയ്യുന്നതിലൂടെ പേഷ്യന്റിനായാലും സ്റ്റാഫിനായാലും നല്ല രീതിയിലുള്ള സേഫ്റ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത്രമാണ് ഒബ്ജക്റ്റീവ് ആൻഡ് ഫങ്ഷൻസിൽ വരുന്നത്. ഫസ്റ്റ് വൺ എന്താണ്? സ്റ്റെറിലൈസ്ഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് അവിടെ സപ്ലൈ ചെയ്യുന്നത്. അതുപോലെ ഹോസ്പിറ്റലിൽ ഇൻഫെക്ഷൻ ഉണ്ടാകുന്നത് റിഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ എന്താണ് വില കൂടിയ എക്യുപ്മെന്റ്സ് ആണല്ലേ നമ്മൾ യൂസ് ചെയ്യുന്നത് ഓരോ ഡിപ്പാർട്ട്മെന്റിൽ. അതുകൊണ്ട് തന്നെ അത് പിന്നെയും വാങ്ങിക്കാതെ സ്റ്റെറിലൈസ് ചെയ്തിട്ടാണ് അവിടെ യൂസ് ചെയ്യുന്നത്. അതിന്റെ ഡ്യൂപ്ലിക്കേഷൻ ഒഴിവാക്കാനായിട്ട് ചെയ്യുന്നത്. പിന്നെയും അത് വാങ്ങിക്കേണ്ടി വരുന്നില്ല. പിന്നെ എന്താണ് ക്ലീനിങ് ആയിട്ടുള്ളതും ഡിസ്ഇൻഫെക്ഷൻ ആക്കിയതും സ്റ്റെറിലൈസ് ചെയ്തതായിട്ടുള്ള എക്യുപ്മെന്റ്സിന്റെ റെക്കോർഡുകൾ അവർ കീപ്പ് ചെയ്ത് വെക്കുന്നു. ഇനി ക്രോസ് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാല് ബാക്ടീരിയ വൈറസ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നത്. ഇതിനെയാണ് ക്രോസ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. ഈ ക്രോസ് ഇൻഫെക്ഷൻ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ എടുക്കുകയും പ്രദർശിപ്പിക്കുകയും ചെയ്യുന്നു. പിന്നെ അവിടേക്ക് വരുന്ന ഹോസ്പിറ്റലിലുള്ള പലതരത്തിലുള്ള എക്യുപ്മെന്റ്സ് ഉണ്ടാവും. ആ ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുന്ന എക്യുപ്മെന്റ്സുകൾ എന്ത് ചെയ്തു വെക്കുന്നുണ്ട്? അതിന്റെ ഇൻവെന്ററി ഇവരെ പട്ടിക മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുന്നു. അവിടെ വരുന്ന പേഷ്യൻസിനും സ്റ്റാഫിനും സേഫ്റ്റി പ്രൊവൈഡ് ചെയ്യുന്നു. ഓക്കെ ആണോ? ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഫങ്ഷൻസ് എളുപ്പമാണ് കേട്ടോ. സീരിയസ്ലി എളുപ്പമാണ്, കുഴപ്പമില്ല, പഠിക്കാനുള്ളൂ. അതിന്റെ കൺസെപ്റ്റ് പഠിച്ചാല് കുഴപ്പമുണ്ടാവില്ല. എളുപ്പല്ലേ? ഇത്രയും വരെ ന്യൂസ് എടുക്കുന്നുള്ളൂ. ഇത്ര വരെ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ പഠിച്ചിട്ട് വരാം. ഓക്കെ, ഡൗട്ട് ഒന്നുമില്ലല്ലോ? ക്ലിയർ ആണോ പറഞ്ഞത്? താങ്ക് യു.